ചുരുളഴിയാത്ത മതമേലധ്യക്ഷന്മാരുടെയും വമ്പന്മാരുടെയും പെടുമരണങ്ങളുടെ പട്ടികയിലേക്ക് വിജയകുമാറും കുടുംബവും. വിജയകുമാർ എങ്ങനെയാണ് കൊല്ലപ്പെട്ടത്? കോട്ടയം തിരുനക്കര ഇന്ദ്രപ്രസ്ഥം ഓഡിറ്റോറിയം ഉടമ തിരുവാതുക്കൽ ശ്രീവത്സം വീട്ടിൽ ടി കെ വിജയകുമാറും ഭാര്യ ഡോക്ടർ മീരയും അതിദാരുണമായി കൊല്ലപ്പെട്ടപ്പോൾ കേരള ജനതയ്ക്ക് വലിയ ഞെട്ടലൊന്നും ഉണ്ടായില്ല. കാരണം ചുരുളഴിയാത്ത പെടുമരണങ്ങളുടെ ഒരു പരമ്പര തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വിജയകുമാറിൻ്റെ കേസിലായിക്കോട്ടെ, പോലീസ് മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥ പോലെ കുറ്റകൃത്യം നടത്തിയ അസംകാരനായ അമിത് ഒറാങ് എന്ന 23-കാരൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയതോടെ എല്ലാം ശുഭം. ഇനി ഒറാങ് എന്ന അസംകാരൻ വിജയകുമാറിനെ കൊന്ന കൊലയാളി. മലയാളികൾ ഇതെല്ലാം കേട്ട് കണ്ണടച്ച് വിശ്വസിക്കുന്നുവെന്ന് കരുതുന്നുണ്ടോ? യഥാർത്ഥത്തിൽ ഇവനാണോ കൊലപാതകി? ഇവനെക്കൊണ്ട് ആരാണിത് ചെയ്യിപ്പിച്ചതെന്ന് അറിയേണ്ടതല്ലേ? ഒരു കൊലപാതകം അല്ലെങ്കിൽ ആത്മഹത്യ നടന്നുവെന്ന് വെക്കുക. അപ്പോൾ അവിടേക്ക് പോലീസ് എത്തിച്ചേരുന്നു. പിന്നെ കൊടുമ്പിരിക്കൊണ്ട അന്വേഷണത്തിനൊടുവിൽ അവർക്കൊരു പ്രതിയെ ചൂണ്ടിക്കാട്ടുന്നു. കൊലപാതകമാണ് എന്ന് വിധി എഴുതുന്നു. പിന്നെ വർഷങ്ങളോളം ഇങ്ങനെ കോടതി മുറികളിലെ വാദപ്രതിവാദങ്ങളിൽ എന്നോ എങ്ങനെയോ ആ കേസ് ഒടുങ്ങുന്നു. നമ്മളും മറക്കുന്നു. അത്രത്തോളം കോളിളക്കം സൃഷ്ടിച്ച ആ കൊലപാതകം എല്ലാവരും മറക്കുന്നു. അപ്പോഴേക്കും അത്തരത്തിലുള്ള പ്രമാദമായ അനേകം കേസുകൾ ഇവിടെ ഉണ്ടായിക്കഴിഞ്ഞിരിക്കും. യഥാർത്ഥത്തിൽ ഒരു കൊലപാതകം നടക്കുമ്പോൾ പോലീസിനും കോടതിക്കും ആവശ്യം, അല്ലെങ്കിൽ അവർക്ക് വേണ്ടത് എന്താണ്? അവർക്ക് വേണ്ടത്, ആദ്യം വേണ്ടത് ഒരു പ്രതിയാണ്. അത് കിട്ടിയാൽ പിന്നെ എന്തുകൊണ്ട് കൊന്നു എന്ന കാരണം തേടിയുള്ള യാത്രയാണ്. അതിനുശേഷം തെളിവാണ് ആവശ്യമായി വരുന്നത്. അപ്പോൾ പ്രതി, തെളിവ്, കാരണം, ഇവ മൂന്നും കിട്ടിയാൽ പിന്നെ പോലീസിൻ്റെ പണി എളുപ്പമായി. പ്രതിയായി പിടിക്കപ്പെട്ടയാൾ വർഷങ്ങൾ ജയിലറകളിൽ കിടന്നുകൊള്ളുകയും ചെയ്യും. ഇന്ന് ഭൂരിപക്ഷ കൊലപാതക കേസുകളിലും യഥാർത്ഥ കുറ്റവാളികൾ അല്ല ജയിലിൽ കിടക്കുന്നത് എന്നുള്ളതാണ്. ഒന്നുകിൽ പണത്തിന് വേണ്ടി, അല്ലെങ്കിൽ മറ്റാരെയോ രക്ഷപ്പെടുത്താൻ വേണ്ടി കെട്ടിച്ചമച്ച പ്രതിയും ഫാബ്രിക്കേറ്റഡായ തെളിവുകളും അവിശ്വസനീയമായിട്ടുള്ള കാരണങ്ങളും കൊണ്ട് പലരും തെറ്റ് ചെയ്യാതെയും കൊലപാതകികളായി ജയിലിൽ ജീവിതം കളഞ്ഞിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇപ്പോഴും അങ്ങനെ ജീവിക്കുന്നുമുണ്ട്. ഇവിടെ ഇതാ വിജയകുമാറിൻ്റെയും കുടുംബത്തിൻ്റെയും കൊലപാതകത്തിൻ്റെ യഥാർത്ഥ ചിത്രം പുറത്തു വരേണ്ടതുണ്ട്. വിദേശത്ത് പോയി കാശുണ്ടാക്കിയത് വിനയായി മാറിയോ? അധിക സമ്പത്ത് ആപത്ത് വിളിച്ചു വരുത്തിയോ? ബിനാമി ഇടപാടുകളാണോ, വസ്തു ഇടപാടിലെ തർക്കമാണോ വിജയകുമാറിൻ്റെ കുടുംബത്തെ അടക്കം തീർത്തു കളയുവാൻ ശത്രുവിനെ പ്രേരിപ്പിച്ചത് എന്നുള്ളതാണ്. തൻ്റെ മകനെ തീർത്തു കളഞ്ഞത് കർണാടകയിലെ മലയാളിയായ പ്രമുഖനായ ആ രാഷ്ട്രീയക്കാരനാണ് എന്ന് വിജയകുമാർ തൻ്റെ ആത്മാർത്ഥ സുഹൃത്തിനോട് വെളിപ്പെടുത്തിയിരുന്നു. തന്നെയും അതുപോലെ തീർക്കുമെന്ന് വിജയകുമാർ ഭയപ്പെട്ടിരുന്നു. വിജയകുമാർ ഭയപ്പെട്ടതുപോലെ തന്നെ ഇപ്പോൾ ഇതാ സംഭവിച്ചു കഴിഞ്ഞു. ആ ദുരൂഹതയുടെ ചുരുളാണ് ഇനി അഴിയേണ്ടത്. അത് അഴിയണമെങ്കിൽ ആ കർണാടകയിലെ മലയാളിയായ രാഷ്ട്രീയക്കാരൻ ആരാണ് എന്ന് തിരിച്ചറിയണം. പക്ഷെ അദ്ദേഹത്തിന് എവിടെയാണ് പാളിപ്പോയത്? വിജയകുമാറിന് അദ്ദേഹം എങ്ങനെ കൊല്ലപ്പെട്ടു? ആരാണ് അദ്ദേഹത്തെ കുടുംബസമേതം ഉന്മൂലനം ചെയ്തത്? എന്തുകൊണ്ടാണ് ഇപ്രകാരം ഒരു മരണം വിജയകുമാറിനും കുടുംബത്തിനും ആ കൊലപാതകി വിധിച്ചത് എന്നുള്ളതാണ്. ഇതൊരു വിജയകുമാറിൻ്റെ മാത്രം കൊലപാതകത്തിൽ അവസാനിക്കുന്നതല്ല. നമ്മളൊന്ന് ചികഞ്ഞു നോക്കിയാൽ ഒരുപാട് കള്ളക്കഥകൾ ഇത്തരം കേസുകളിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുമെന്നുള്ളതാണ്. എന്നാൽ യഥാർത്ഥ കുറ്റവാളികൾ എന്നും കർട്ടന് പുറകിൽ സുരക്ഷിതരാണ്. തിരുവാതുക്കൽ കൊലപാതകത്തിന് സമാനമായിട്ടുള്ള ഒട്ടനവധി കൊലപാതകങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്, നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. അതിലൊന്നെന്ന് പറയുന്നത് PA അസീസ് കോളേജ് ഉടമ EM താഹയുടെ മരണമാണ്. കോളേജ് ക്യാമ്പസിനുള്ളിലെ പണിതീരാത്ത കെട്ടിടത്തിൽ 2024 ഡിസംബർ മാസം 31 കത്തിക്കരിഞ്ഞ നിലയിലാണ് താഹയുടെ മൃതദേഹം കണ്ടെത്തിയത്. കടുത്ത സാമ്പത്തിക ബാധ്യത മൂലമുണ്ടായ മനോവിഷമത്താൽ താഹ ആത്മഹത്യ ചെയ്തതെന്നാണ് പോലീസിൻ്റെ കണ്ടെത്തൽ. സ്വാശ്രയ കോളേജുകളുടെ തുടക്കകാലത്ത് തലസ്ഥാനത്തെ മുൻനിര സ്ഥാപനമായിരുന്നു PA അസീസ് എഞ്ചിനീയറിംഗ് കോളേജ് എന്ന് പറയപ്പെടുന്നത്. കോളേജിൻ്റെ തകർച്ചയും വിദേശ ബിസിനസ്സിലെ നഷ്ടവും താഹയെ അവശനാക്കി തീർന്നുവെന്നും അതായിരുന്നുവെന്നാണ് പോലീസ് അടക്കം പറഞ്ഞ കാരണം. ഏകദേശം 60 കോടി രൂപയുടെ നഷ്ടം സംഭവിച്ചുവെന്നാണ്
പോലീസിൻ്റെ കണ്ടെത്തൽ. എന്നാൽ അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായതിന് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് യാതൊരു തരത്തിലുള്ള വ്യക്തതയില്ല. ഇപ്പോൾ ആ കേസ് എവിടെ? ഇത്രത്തോളം വിവാദമായതല്ലേ EM താഹയുടെ ആത്മഹത്യയും? അതും തേഞ്ഞുമാഞ്ഞു പോകും അത്ര തന്നെ. ഇനി മറ്റൊന്ന്, ഇന്ത്യക്കാരുടെയൊക്കെ മനം കവർന്നൊരു കോഫി ശൃംഖല, അതായിരുന്നു ചുരുങ്ങിയ കാലം കൊണ്ട് വളർന്ന കഫേ കോഫി ഡേ എന്ന ശൃംഖല. സ്വന്തമായി കാപ്പി കൃഷി ചെയ്ത്, സ്വന്തമായി വികസിപ്പിച്ച മെഷീനിൽ കാപ്പി ഉണ്ടാക്കി, സ്വന്തമായി നിർമ്മിച്ച ഫർണിച്ചറുകളിൽ ആളുകളെ സൽക്കരിക്കുന്ന പതിവായിരുന്നു കഫേ കോഫി ഡേക്ക്. എന്നാൽ കാർമേഘങ്ങൾ ആ കമ്പനിയുടെ മുകളിൽ ഭീതി വിതച്ചൊരു കാലം പിന്നാലെ എത്തി എന്നുള്ളതാണ്. 2019 ജൂലൈ മാസം 31 ഉടമ ബിജി സിദ്ധാർത്ഥ നേത്രാവതി നദിയിലേക്ക് ചാടി ആത്മഹത്യ ചെയ്ത വാർത്ത ഞെട്ടലോടെയാണ് രാജ്യം കേട്ടത്. 2019 മാർച്ച് 31 കണക്ക് പ്രകാരം കഫേ കോഫി ഡേക്ക് 7200 കോടി രൂപയുടെ കടമുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. 1996 ബംഗളൂരുവിൽ ആരംഭിച്ച ഈ സ്ഥാപനത്തിന് 2011 രാജ്യത്തൊട്ടാകെ 1000-ലേറെ ഔട്ട്ലെറ്റുകൾ ഉണ്ടായിരുന്നു. ഇത്തരമൊരു സക്സസ്ഫുൾ ബിസിനസ് മോഡൽ കാണിച്ച് രാഷ്ട്രീയക്കാരുടെ കള്ളപ്പണം വെളുപ്പിക്കുന്ന ഇക്വിറ്റി ഫണ്ട് ഏജൻസികളിൽ നിന്ന് ആയിരക്കണക്കിന് കോടി രൂപ കൈപ്പറ്റുകയും ആ പണം ബിസിനസ്സിൽ മുടക്കാതെ സ്വകാര്യ ബിനാമികളുടെ പേരിലേക്ക് മാറ്റുകയും അവസാനം നഷ്ടം പെരുപ്പിച്ചു കാണിച്ച് ഫണ്ട് നൽകിയവനെ കബളിപ്പിക്കുവാൻ ശ്രമിച്ച പല പ്രമുഖർക്കും ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് സിദ്ധാർത്ഥയുടെയും ജീവൻ നഷ്ടപ്പെട്ടത്. അതൊരു കൃത്യമായ തിരക്കഥ അനുസരിച്ചുള്ള കൊലപാതകമായിരുന്നു. വേണമെങ്കിൽ ഇങ്ങനെ പെരുപ്പിച്ചു കാണിച്ച കടങ്ങളൊക്കെ തീർക്കാമെന്നിരിക്കെ ബിജി സിദ്ധാർത്ഥ് നേത്രാവതി നദിയിൽ ചാടി എന്തിന് ആത്മഹത്യ ചെയ്യണം എന്ന ചോദ്യം പ്രസക്തമല്ലേ? എല്ലാ ആത്മഹത്യ എന്ന് പറഞ്ഞ് എഴുതിക്കളയുവാൻ നമുക്ക് കഴിയുമോ? അതൊരു കൊലപാതകമായിരുന്നു. അപ്പോൾ ഇനിയുമുണ്ട് ഇങ്ങനെ പറയാൻ ഉത്തരം കിട്ടാത്ത ഒട്ടനവധി കൊലപാതകങ്ങൾ. 2009 ഓഗസ്റ്റ് മാസം 22 രാത്രിയാണ് ആലപ്പുഴയിലെ നെടുമുടി പൊങ്ങയിൽ അവിടെ വച്ച് മുത്തൂറ്റ് ഗ്രൂപ്പ് ഹോസ്പിറ്റാലിറ്റി ഡിവിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ പോളം ജോർജ് കൊല്ലപ്പെടുന്നത്. അന്നും ഇതുപോലത്തെ കേസിൽ പ്രതിയെ രക്ഷിച്ച് ഈ കേസ് അട്ടിമറിക്കുവാൻ എസ്കത്തി വിവാദമടക്കം ആരും മറന്നിട്ടില്ല എന്ന് പറയട്ടെ. സംസ്ഥാനത്ത് ഏറെ കോളിളക്കം സൃഷ്ടിച്ച കേസ് പിന്നീട് CBI അന്വേഷിക്കുകയായിരുന്നു. എന്നാൽ ഇതിനു പിന്നിലുമുണ്ടായിരുന്ന രഹസ്യം, ആ രഹസ്യം ഇതുവരെ ആർക്കും മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ മുത്തൂറ്റ് ഗ്രൂപ്പ് സ്ഥാപനങ്ങളുടെയൊക്കെ ചെയർമാനായിരുന്ന MG ജോർജ് ദില്ലിയിലെ വസതിയിൽ വെച്ച് 4ാം നിലയിൽ നിന്ന് വീണാണ് മരണം സംഭവിച്ചത് എന്നുള്ളതാണ്. ഈ മരണവും ദുരൂഹമാണ്. ഓർത്തഡോക്സ് സഭ ട്രസ്റ്റി, ഫിക്കി കേരള ഘടകം ചെയർമാൻ എന്നീ നിലകളിലുമൊക്കെ പ്രവർത്തിച്ചുള്ള ഇദ്ദേഹത്തിൻ്റെ പോസ്റ്റ്മോർട്ടം നടത്തിയ ദില്ലി പോലീസ് വ്യക്തമാക്കിയത് എന്താണെന്നറിയാമോ? മരണത്തിൽ സംശയിക്കത്തക്കതായി ഒന്നും തന്നെ ഇല്ല എന്നാണ്. ഇത്രയും പണവും പദവിയും ആൾസ്വാധീനവുമുള്ള ഇവർ മരണപ്പെടുമ്പോൾ മരണത്തിൽ സംശയമില്ല ലവലേശം. എന്തുകൊണ്ടാണ് എല്ലാ കേസും ഇങ്ങനെ ഒന്നും സംഭവിക്കാത്ത മട്ടിൽ ക്ലോസ് ചെയ്യുന്നതെന്ന് അറിയേണ്ടായി. അത് ജനത്തിന് അറിയേണ്ടതല്ലേ? പക്ഷെ അത് നടക്കില്ല. കാരണം കുടുംബവും സഭയും ആർക്കും തന്നെ ഒരു തരത്തിലുള്ള പരാതിയും ഇല്ലാതാകുന്നു എന്നുള്ളതാണ്. ഇനി ഞാൻ പറയുന്നത് ക്രൈസ്തവ സഭകളുടെ ബിഷപ്പുമാരുടെ മരണത്തിന് പിന്നിലെ കാരണങ്ങളാണ്. ആ മരണത്തിന് പിന്നിലും ഇത്തരത്തിൽ അഴിയാക്കുരുക്കുകൾ ഉണ്ട് എന്നുള്ളതാണ്. ഉദാഹരണത്തിന്, ഓർത്തഡോക്സ് സഭയുടെ ചെങ്ങന്നൂർ ഭദ്രസനാധിപനും ഗുജറാത്ത് അഹമ്മദാബാദ് മെത്രോപ്പൊലിത്തയുമായിരുന്ന തോമസ് മാർ അത്താന്യസ്യോസ് അദ്ദേഹത്തെ ഗുജറാത്തിൽ നിന്ന് കേരളത്തിലേക്കുള്ള ഒരു യാത്രക്കിടെ എറണാകുളം പുല്ലേപ്പടി റെയിൽവേ ട്രാക്കിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി. ഇദ്ദേഹത്തിനും ആയിരക്കണക്കിന് കോടി രൂപയുടെ ആസ്തിയുള്ള സ്വകാര്യ ട്രസ്റ്റുകൾ ഉണ്ടായിരുന്നു. വലിയ വലിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടക്കമുണ്ടായിരുന്ന മെത്രോപ്പൊലിത്തയാണ് റെയിൽവേ ട്രാക്കിൽ പട്ടി ചത്ത് കിടക്കും പോലെ കിടന്നത് എന്നുള്ളതാണ്. 2018 ഓഗസ്റ്റ് 24 പുലർച്ചെ എറണാകുളം പുല്ലേപ്പടിയിൽ വെച്ച് 80-കാരനായ തോമസ് മാർ അത്താന്യസ്യോസ് ട്രെയിനിൽ നിന്ന് വീണു മരിച്ചതായി പോലീസ് റിപ്പോർട്ടുണ്ടാക്കി. ബിഷപ്പിന് പ്രമേഹ രോഗമുണ്ട് എന്നും വാതിലിരിക്കുമ്പോൾ അസ്വസ്ഥത അനുഭവപ്പെട്ടതിനെ തുടർന്ന് വീണതായിരിക്കുമെന്നൊക്കെ പോലീസ് അന്ന് ആ ഒരു നിഗമനത്തിൽ എത്തിച്ചേരുകയും ചെയ്തു. കാതോലിക്കയെ 1-ാം പ്രതിയാക്കി പോലീസ് FIR രജിസ്റ്റർ ചെയ്തിരുന്നു എന്നുള്ളത് പറയേണ്ടതാണ്. എന്നിട്ട് എവിടെ എത്തി ആ കൊലപാതകത്തിൻ്റെ അന്വേഷണം എന്നുള്ളതാണ്. ഓരോ ക്രൈസ്തവ സഭകളുടെയും മതമേലധ്യക്ഷന്മാരുടെ മരണകാരണങ്ങൾ തേടിപ്പോയാൽ പലതും ദുരൂഹമായിരിക്കും. ഇനി KP യോഹന്നാൻ്റെ മരണം, അതും ദുരൂഹമായിരുന്നു. ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് സഭാസ്ഥാപകനും പരമാധ്യക്ഷനുമായിരുന്ന ഡോക്ടർ KP യോഹന്നാൻ
അമേരിക്കയിലെ ടെക്സാസിലെ ഡാലസിൽ വാഹനാപകടത്തിലാണ് കൊല്ലപ്പെട്ടത്. ലക്ഷം കോടികളുടെ ആസ്തി ഉണ്ടായിരുന്ന ആ തീവട്ടി പണം സംരക്ഷിക്കാൻ സ്വന്തമായി ഒരു സഭ വരെ ഉണ്ടാക്കിയെടുത്തു എന്നുള്ളതാണ്. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ട്രില്യൺസിൻ്റെ ആസ്തി ഉണ്ടാക്കിയിരുന്നു അദ്ദേഹം. ഇന്ത്യയിൽ BJP വളർന്നപ്പോൾ പൗരോഹിത്യ സഭകൾക്ക് ലഭിക്കുന്ന പ്രൊട്ടക്ഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് ആ നിന്ന നിൽപ്പിൽ രൂപം മാറി ബിലീവേഴ്സ് ചർച്ച് എന്ന സഭ തന്നെ അദ്ദേഹം സ്ഥാപിച്ചു എന്നുള്ളതാണ്. ആത്മീയ യാത്ര റേഡിയോ പ്രഭാഷണങ്ങളിലൂടെ ശ്രദ്ധേയനായ വ്യക്തിയായിരുന്നു ഇയാൾ. 1983 തിരുവല്ല നഗരത്തിന് ചേർന്ന മഞ്ഞാടിയിൽ ഗോസ്പൽ ഫോർ ഏഷ്യ എന്ന സുവിശേഷ പ്രചാരണ സംഘടനയ്ക്ക് രൂപം നൽകിയത് പോലും. ഈ അടുത്ത കാലത്താണ് സഭ സ്ഥാപിച്ച് അതിൻ്റെ സ്ഥാപക ബിഷപ്പായത് പോലും. അതിനുശേഷം സ്വന്തം പേര് വരെ മാറ്റി മാർ അത്താനേഷ്യസ് യോഹാൻ പ്രഥമൻ എന്നാക്കി മാറ്റി. അല്ല, അതിലും രസകരമായ സംഭവം ഉണ്ട് കേട്ടോ. അതായത് അമേരിക്കയിൽ വണ്ടിയിടിച്ചു കൊല്ലപ്പെട്ട മാർ അത്താനേഷ്യസ് യോഹന്നാൻ്റെ ശവശരീരം നാട്ടിലേക്ക് കൊണ്ടുവരുമ്പോഴും പാസ്പോർട്ടിലും മറ്റ് രേഖകളിലുമൊക്കെ കടപ്പിലാരിൽ പുന്നൂസ് യോഹന്നാൻ എന്നായിരുന്നു ഇദ്ദേഹത്തിൻ്റെ പേര് എന്ന് പറയുന്നത്. അതായത് അപ്പോൾ ആ പേരിലെ വച്ചുകെട്ട് വെറും ആലങ്കാരികമെന്ന് വ്യക്തമാണ്. KP യോഹന്നാനെയും കുടുംബാംഗങ്ങളെയും ട്രസ്റ്റുകളിൽ നിന്ന് മാറ്റി പകരം ബിനാമികളെ ട്രസ്റ്റുകളിലേക്ക് ഇൻഡക്റ്റ് ചെയ്ത് സകല സ്വത്തുവകകളും ബിനാമികളുടെ പേരിലേക്ക് മാറ്റി അവസാനം KP യോഹന്നാനെ തട്ടിക്കളഞ്ഞു. അതാണ് സംഭവിച്ചത്. അപ്പോൾ ഈ മരണത്തിലും ദുരൂഹതയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യങ്ങളാണ് ഇനി പുറത്തു വരേണ്ടത് എന്നുള്ളതാണ്. KP യോഹന്നാൻ്റെ മരണവും ഒരു കൊലപാതകത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് എന്നുള്ളതാണ്. കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുള്ളവർ മരണപ്പെട്ടാൽ പിന്നെ ആർക്കും പരാതിയില്ല എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. സഭയ്ക്ക് പരാതിയില്ല, സഭാവിശ്വാസികൾക്ക് പരാതിയില്ല, പാതിരിമാർക്കും എന്തിന് കുടുംബക്കാർക്ക് പോലും പരാതിയില്ല എന്നുള്ളതാണ്. അങ്ങനെയാകുമ്പോൾ ഇതുപോലുള്ള മരണങ്ങളെല്ലാം ആരോരും അറിയാതെ മണ്ണിലേക്ക് തന്നെ തിരികെ പോകുന്നു. പോലീസ് അസ്വാഭാവിക മരണമെന്ന ഓമനപ്പേര് നൽകി അന്വേഷണത്തിൻ്റെ ചട്ടക്കൂട്ടിൽ നിന്നും പുറത്തു ചാടുന്നു. പണം വാങ്ങി ഒതുക്കാൻ പറ്റുന്നവ അങ്ങനെ, പദവി വാങ്ങി ഒതുക്കാൻ പറ്റുന്നവ അങ്ങനെ ഒതുക്കിക്കളയുന്നു പോലീസ്. കോടീശ്വരന്മാരുടെ ഇത്തരം പെടുമരണങ്ങൾ രാഷ്ട്രീയക്കാർക്കും അന്വേഷണ ഏജൻസികൾക്കും എന്തിന് നിയമ സംവിധാനങ്ങൾക്ക് പോലും ചാകരയാണ് എന്നുള്ളതാണ്. അത്തരത്തിൽ ഒരു കേസായി തിരുവാതക്കൽ ശ്രീവത്സം വീട്ടിൽ TK വിജയകുമാറിൻ്റെയും കുടുംബത്തിൻ്റെയും കൊലപാതകവും മാറ്റി തീർക്കുവാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്നുള്ളതാണ്. ആ കേസിൻ്റെ നാൾ വഴികളിലൂടെ ഞങ്ങൾ സത്യം തേടുന്ന കണ്ണുകളുമായി i2i ന്യൂസ് സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും. i2i ന്യൂസ്, an eye for truth. i2i ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.